അങ്ങനെ തേങ്ങ ഉടച്ച് ഗണപതിക്ക് ശരണം. നല്ല തിരക്കുണ്ട്. ഇങ്ങനെ വിർച്വൽ ടീയിൽ നിന്ന് കയറി ഭാഗ്യത്തിന് പാസില്ല, അത് മാറ്റിക്കും മൊത്തം ഇത് ഭാഗ്യം പോലെ നമുക്ക് എൻട്രി കിട്ടി. ബോട്ട് ബുക്കിംഗ് വളരെ പാടായിരുന്നു, പക്ഷെ ഇവിടുത്തെ കരിവ് കാരണം നമ്മൾ കയറി. അപ്പം ഞങ്ങൾ അങ്ങനെ പോകാൻ പോവുകയാണ്. പന്തള രാജാവിൻ്റെ അയ്യപ്പൻ്റെ പൂങ്കാവലോട്ട് കയറാൻ പോവുകയാണ് ഞങ്ങൾ. പൂങ്കാവനം ഈ തറയൊക്കെ നല്ല രീതിയിൽ കല്ല് പാകിയിട്ടുണ്ട്. അതുകൊണ്ട് നടക്കാൻ അത്ര ബുദ്ധിമുട്ടില്ല. എന്നാലും കയറ്റം വളരെ കഠിനമാണ്. പിന്നെ കരിമല കയറ്റവും ഇറക്കവും കഴിഞ്ഞതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. സ്വാമിയപ്പ ശരണയ്യപ്പ. എത്ര ജനമാണെന്ന് നോക്കിയേ, എത്ര വിശ്വാസികളാണെന്ന് നോക്കിയേ. സ്വാമിമാരാണ് എല്ലാവരും. ഒരേപോലെ വ്രതം ഇരുന്ന് ഒരേപോലെ മല ചവിട്ടുക. ഭഗവാനി സ്വാമി ശരണം, സ്വാമി ശരണം. ഞങ്ങൾ ഗുരുസ്വാമിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നീലിമല ടോപ്പ് എത്തി നമ്മൾ. സ്വാമിമാരെ ഞങ്ങൾ നടക്കുകയാണ്. സ്വാമി ശരണയ്യപ്പോ. ഇനി 2.5 കിലോമീറ്ററേ ഉള്ളു. ഞങ്ങൾ വലിയ പാതയിൽ വന്നുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഇപ്പം തോന്നുന്നില്ല അല്ലേ? യഥാർത്ഥത്തിൽ വലിയ ബുദ്ധിമുട്ടില്ല. ശരണം. അപ്പാച്ചിമേട് കണ്ടോ? ഉണ്ട്. ആ വാനന്മാരെ കണ്ടില്ലേ? ശബരിപീഠം വഴിയാണ് പോകുന്നത്. പൊതുവേ ഇത് ലോക്ക് പണിയിരുവാങ്കല്ല. പൊതുവെ ഇത് അടച്ചിടുന്നതാണ്. തിരക്ക് കൂടുമ്പോൾ നമ്മുടെ ഭാഗ്യത്തിന് നമുക്ക് എല്ലാ വഴികളും അയ്യപ്പൻ ഞങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചേക്കാണ്. സ്വാമി ശരണം. ഈ അമ്മ എരുമേലി മുതൽ നടക്കുക. അമ്മയുടെ മോൻ അമ്മയെ കൈ പിടിച്ച് അതിലേക്ക് കൊണ്ടുപോകുന്ന ആലോചിച്ചു. ഞങ്ങളാണ് അമ്മയെ വെച്ച് നോക്കുക. സ്ലോ. അതാണ് സ്വാമി ശരണം, അയ്യപ്പൻ്റെ ശക്തി. ഇതുപോലെ ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാത്ത ചില മക്കൾമാർ അമ്മമാർക്ക് കാണും. അവർക്കൊന്നും അതിൻ്റെ വില അറിഞ്ഞൂടാ. അമ്മമാരെ ഇവിടം വരെ എത്തി. ഞങ്ങൾ 6:30 മണിയായി. പക്ഷെ എന്തോ പടിപൂജയുണ്ടെന്ന് പറയുന്നതുകൊണ്ട് മാത്രം ഇവിടെ ലൈൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഇത്രയും സ്വാമിമാർ ഈ പുള്ളിയെ വെയിറ്റ് ചെയ്യുക. ഇച്ചിരി സ്ഥലം കിട്ടി ഇവിടെ വിശ്രമിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങളത് ഇവിടെ വന്നിരിക്കുക. സ്വാമി ശരണം. നല്ല തിരക്കുണ്ട് സ്വാമിമാരെ. തിരക്ക് നോക്കണേ. ക്യാമറ DJ ക്യാമറ ആക്ഷൻ ക്യാമറ. നടപ്പന്തലെത്തി. നടപ്പന്തൽ മാത്രമേ ഉള്ളൂ.
അയ്യപ്പനെ കാണാൻ പോവുക. സ്വാമി ശരണം, സ്വാമി ശരണം പറഞ്ഞോ, സ്വാമി ശരണം പറഞ്ഞോ, സ്വാമി ശരണം, സ്വാമി ശരണം, സ്വാമി ശരണം, സ്വാമി ശരണം, സ്വാമിയേ ശരണമയ. സ്വാമി തന്നെ അടച്ച് വന്നത് താമസിച്ചു പോയി. 4 മണി വരെ നമ്മളിവിടെ തന്നെ നിൽക്കണം. നെയ്ത്തേങ്ങ ഉടക്കുന്ന സ്ഥലത്ത് നിൽക്കുക ഞങ്ങളെല്ലാവരും. ഇവിടെയാണ് നെയ്ത്തേങ്ങ ഉടയ്ക്കുന്ന സ്ഥലം. ഭയങ്കര ജനം, നമുക്ക് ഭയങ്കര ആൾക്കാരിരിക്കുക. വെളുപ്പിന് 3 മണിക്ക് ഹിമാലയം തുടങ്ങി. ഞങ്ങൾ അങ്ങനെ രാവിലെ തന്നെ ഭക്ഷണം കിട്ടി. അതാ അയ്യപ്പന് വിടുന്നറിയാണ്.